പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്കൊന്നൊരു ഗിഫ്റ്റ് കാർഡ് എൻവലപ്പ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതേപോലൊരു ഷീറ്റ് സ്ക്വയർ പേപ്പർ എടുക്കുക. 4 ഭാഗവും ഇങ്ങനെ ഇതേപോലെ മടക്കിയെടുക്കുക. 1 2 3 4 ഭാഗങ്ങളുടെ നിന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നടുക്കോട്ട് മടക്കാം. ഇവിടെ മടക്കുക, ഈ സൈഡിൽ നിന്ന് ഇവിടെ മടക്കുക, ഇതേപോലെ മടക്കണം. അവിടെ നിന്നെടുത്ത് ഇവിടെ മടക്കി വയ്ക്കുക. ഇത് യഥാർത്ഥത്തിലൊരു ഗിഫ്റ്റ് പേപ്പർ തന്നെയാണ്. നമുക്കതിനെ ചെറിയൊരു ഗിഫ്റ്റ് കവറാക്കാം, എൻവലപ്പാക്കാം. ഇപ്പോൾ 4 സൈഡ് ഞാൻ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുകളിലോട്ട് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതേപോലെ മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴെ സൈഡിലുള്ള ഈ ഭാഗം അല്പം കൂടെ മുകളിലോട്ട് ഇവിടെ തൊടുന്ന രീതിയിൽ ഒന്ന് മടക്കാം. ഇവിടെ തൊടുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ താഴെ ഭാഗം കുറച്ചുകൂടെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ അല്പം ഒന്ന് ഗം തേച്ച് ഒളിപ്പിച്ച് കൊടുക്കാം. ഇവിടെയും 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 മാത്രം ഇതിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ സൈഡാണ് നമുക്ക് അകത്തോട്ട് മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊരു 100 റുപ്പീസ് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രസൻറ്റേഷനോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ കൊടുക്കാം. പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കവർ റെഡി ആയിട്ടുണ്ട്. ഗിഫ്റ്റ് കവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത് വേറെ ഈ രീതിയിൽ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഈ കവർ ഇതുപോലത്തെ കവറിങ് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് ഇങ്ങനെ മടക്കണം. രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് ഇങ്ങനെ മടക്കാം. ഈ ഭാഗം ഇങ്ങനെ മടക്കാം. ഇത് എളുപ്പമായിട്ട് നമുക്കൊരു കവർ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അല്പം കൂടെ ചെറുതായി പോകും. ഈ കവർ 2ആയിട്ട് മടക്കുന്നതുകൊണ്ട് അല്പം കൂടെ ചെറുതായി പോകും. പക്ഷേ ഇത് നമുക്ക് എളുപ്പമായി കുഞ്ഞുങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ കവർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇതിങ്ങനെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കവർ റെഡിയായി.
നമുക്കതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഗം തേച്ച് ഇതിനെ ഒന്ന് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ഗിഫ്റ്റിനുള്ള രൂപ നമുക്കിതിനകത്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഇതിനതി കൂടെ ഇങ്ങനെ അത് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഒന്ന് ഗം തേച്ച് കൊടുക്കണം. പക്ഷേ അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മുടെ നോട്ട് അതിൽ വയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നോട്ട് അതിൽ ഒട്ടിയിരിക്കും. നമ്മുടെ കവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കിവിടെ നോട്ട് വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നോട്ട് കവറിൻ്റെ സൈഡ് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഈ നോട്ടിനെടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കാം. തീരെ താത്ത് വയ്ക്കുന്നില്ല. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.